റിപ്പോർട്ട് ബ്രേക്കിംഗ് നൗ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മതിയായ പ്രാതിനിധ്യം ലഭിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നിസ്സഹകരിക്കുമെന്ന് കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ്. മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് DCC പ്രസിഡന്റിന് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കത്ത് നൽകി. പരിഗണിക്കേണ്ട യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളുടെ ലിസ്റ്റ് ഉൾപ്പെടെയുള്ള കത്താണ് നൽകിയത്. അഭിജിത്ത് മുഴക്കുന്ന് നമുക്കൊപ്പം വീണ്ടും എത്തുന്നു. അഭിജിത്ത് മുഴക്കുന്ന്, പരിഹരിച്ചില്ലെങ്കിൽ പ്രശ്നമാകും എന്ന് DCC തിരിച്ചറിയുന്നുണ്ടോ? സുജയ, അങ്ങനെ തിരിച്ചറിഞ്ഞാൽ DCC നേതൃത്വത്തിന് നല്ലത് എന്നുള്ള നിലപാടിലാണ് യൂത്ത് കോൺഗ്രസ് ഉള്ളത്. സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് UDF. അതിനിടയിലാണ് കോൺഗ്രസിന് മുന്നിലേക്ക് തങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഒരു കത്ത് നൽകിയിട്ടുണ്ട് DCC അധ്യക്ഷന്. അതിൽ കൃത്യമായി തങ്ങൾക്ക് ആവശ്യത്തിന് സീറ്റുകൾ, തങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ തന്നെ അതിലൊരു ലിസ്റ്റും നൽകിയിട്ടുണ്ട്, ഒരു പട്ടിക നൽകിയിട്ടുണ്ട്. ആരെയൊക്കെ എവിടെയൊക്കെ പരിഗണിക്കണം എന്നുള്ള കാര്യമാണ് ഈ കത്തിലുള്ളത്. ഇന്ന സ്ഥലത്ത്, ഇന്ന ഡിവിഷനിലേക്ക്, ഇന്ന മണ്ഡലം ഭാരവാഹിയെ പരിഗണിക്കണം എന്ന് കൃത്യമായി തന്നെ ആ കത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു പരാതി യൂത്ത് കോൺഗ്രസിനുള്ളത്, പലപ്പോഴും സമരപരിപാടികളിലൊക്കെ യൂത്ത് കോൺഗ്രസ് ഒരു മുൻനിരയിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ അതിൽ കവിഞ്ഞ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള പരിഗണന ലഭിക്കുന്നില്ല. ഈ പരാതി തന്നെയാണ് യൂത്ത് കോൺഗ്രസിന് നേരത്തെയുള്ളത്. അതാണിപ്പോൾ ഈ രീതിയിലുള്ള ഒരു കത്തിന്റെ രൂപത്തിലേക്ക് മാറിയിട്ടുള്ളത്. ഏതായാലും ഇക്കാര്യത്തിൽ എന്താണ് കോൺഗ്രസ് ഒരു നിലപാടെടുക്കുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനൊക്കെ കഴിഞ്ഞ തവണ CPMന്റെ സിറ്റിംഗ് സീറ്റുകളൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് മത്സര രംഗത്തേക്ക് വരികയും സിറ്റിംഗ് സീറ്റിൽ വിജയിക്കാനൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ നിലയിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ ഇറക്കിയാൽ, യുവാക്കളെ കൂടുതൽ ഇറക്കിയാൽ അതിന് കൃത്യമായ രീതിയിലുള്ള ഒരു നേട്ടം UDFിനുണ്ടാകും, കോൺഗ്രസിനുണ്ടാകും എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ അവകാശവാദം. ഏതായാലും എന്ത് നിലപാടാണ് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എടുക്കുക, UDF എടുക്കുക എന്നുള്ളതാണ് ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, താങ്ക് യു. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യം അത് യുവാക്കൾക്കും അവകാശപ്പെട്ടതല്ലേ? കാരണം ജെൻസി കാലത്തേക്ക് നമ്മുടെ പൂർണ്ണമായും തെരഞ്ഞെടുപ്പൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ പ്രാതിനിധ്യം അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്ഥാനാർത്ഥികളിലൂടെ കൊടുക്കാൻ പാർട്ടികൾക്ക് കഴിയുകയും വേണം.